ഹായ് ഹലോ, നമ്മുടെ കൽപ്പാത്തിയിലെ സ്പെഷ്യലായിട്ടുള്ള മാലഡു എന്ന് പറയുന്ന ഒരൈറ്റം ഞാനത് വാങ്ങിയിട്ട് അതെങ്ങനെയുണ്ട് എന്നുള്ളതും കൂടെ അവരോട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പോവാണ്. ഇവിടെ മാലഡു ഉണ്ടോ? ഒരു മൂന്നെണ്ണം മതി. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റുമോ ചേട്ടാ? നെയ്യിട്ടിട്ട് ഉരുട്ടുക, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മേലെ ഈ തൂവുന്ന പൊടിയോ? അതിൻ്റെ പൊടി തന്നെ തൂവുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഡൺ. താങ്ക് യു. ഇവിടെ ഞാനിങ്ങനെ നോക്കുമ്പോൾ 1-2 സ്പെഷ്യൽ ഐറ്റംസും കൂടെ ഇങ്ങനെ കാണാനുണ്ട്. ഇത് നോക്കിക്കേ, ഇത്രയും വലിയ മുറുക്കാണ് ഇതിവിടെ ഉണ്ടാക്കുന്നത് ചേട്ടാ? കല്യാണ മുറുക്ക് 11 ചുറ്റാണോ? 11 ചുറ്റ്. പിന്നെ അതിൻ്റെ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. ഇവിടെ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്? പിന്നെ നമ്മുടെ ചക്കവരട്ടി ഫ്രഷ് ആയിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ്? ഇവിടെ കുറേ കൊണ്ടാട്ടങ്ങളുണ്ട്. ഇത് ബേക്കറി ഐറ്റംസ്, അച്ചാർ, പപ്പടം അല്ലേ? ചക്കപ്പപ്പടം. കുറേ വെറൈറ്റി പപ്പടങ്ങൾ. ഓക്കെ താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണാടിക്കൂട്ടിലെ ഇന്നത്തെ തരം മാലഡു. അപ്പോൾ നമുക്ക് മാലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്കതിനൊക്കെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് പൊട്ടുകടല ഒരു 200 മില്ലി ഗ്ലാസ്സിൽ ആണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്ലാസ്സാണിത്. അപ്പോൾ 200 മില്ലിയുടെ ഒരു ഗ്ലാസ്. അപ്പോൾ അതിൻ്റെ നേർപകുതി പഞ്ചസാര എടുക്കുക. പിന്നെ നെയ്യ് ഒരു 100 ഗ്രാം, ഏലക്ക 2, 4, 6 വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈസിയാണ്, വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഇത് തീരും. അപ്പോൾ നമുക്ക് നോക്കാം. പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഈ പൊട്ടുകടല അതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ ആ ചൂടാറിയതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിന് ശേഷം നെയ്യിട്ടിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഒരു ലഡുവിൻ്റെ രീതിയിൽ, ലഡുവിൻ്റെ വലുപ്പത്തിലൊക്കെ ഉണ്ട പിടിക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മളിവിടെ ഇതിനെ പൊരികടല എന്നും പറയും. നമ്മൾ പൊരിയുടെ കൂട്ടത്തിലൊക്കെ ഇട്ട് കഴിക്കുന്ന ഒരു കടലയാണ്. അപ്പോൾ ഇതിന് പൊരികടല എന്ന് പറയും. പാലക്കാട്ടുകാർ മാത്രമാണോ ഇത് പൊരികടല എന്ന് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. കറക്റ്റായിട്ട് എങ്ങനെ പിടിക്കണം പൊന്നു? ഞാനിങ്ങനെ പിടിക്കുക. അപ്പോൾ നമ്മുടെ പൊട്ടുകടലയും പഞ്ചസാരയും ഏലക്കയും കൂടെ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ നെയ്യിട്ടിട്ട്, ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെയ്യിൻ്റെ അളവൊക്കെ ഞാനിത് ഏകദേശം കണക്കെടുത്തതാണ്. ഞാൻ നോക്കട്ടെ, ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കുഴച്ചെടുത്തിട്ട് അത് എത്രയാണ് വേണ്ടി വരുന്നതെന്ന് ഞാൻ പറയാം. ഇത് നമ്മൾ ഈ മാലഡു ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഈ പൊടി കൊണ്ട് തന്നെ അതിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കും. ആ പൊടി ഒന്ന് വെതറിക്കെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പൊടി എടുത്ത് മാറ്റി വയ്ക്കുന്നത്. അപ്പം നമ്മുടെ മാലഡു റെഡിയാണ്. നമ്മളിതിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കളറ് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഞാൻ വാങ്ങിയത് കളറിനെ പോലെ അല്ല ഇത് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ നെയ്യ് കുറച്ചിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്ത അളവ് നെയ്യ് അത്രയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നെയ്യ്, ഞാൻ ഇപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നെയ്യ് നമ്മുടെ ആവശ്യത്തിന് ഒന്നിങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ചേർത്താൽ മതി. നെയ്യ് ഒരുപാട് വേണ്ടാന്ന് തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പിന്നെ മെലിഞ്ഞ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാം. നെയ്യും പൊട്ടുകടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടി വയ്ക്കുന്ന സാധനമാണ്. ഇതിനൊന്ന് തൂവാനായിട്ടുള്ള ഒരു പൊടി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ പൊടിച്ചതിൻ്റെ പൊടിയിൽ നിന്ന് തന്നെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ പൊടി ഒന്ന് തൂവി കൊടുക്കുക. ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രോസസ്സാണ്. ഇതൊന്നിങ്ങനെ ഈ ഒരു പൊടിയിലൊന്നിങ്ങനെ ഉരുട്ടിയെടുക്കണം എന്നുള്ളതാണ്. ഇതിങ്ങനെ അതായത് നമ്മൾ കടയിലൊക്കെ ഇങ്ങനെ ഈ പൊടി ഇങ്ങനെ തൂവിയിട്ടുള്ള രീതിക്കാണ് അത് കിട്ടുക. നമ്മൾ സാധാരണ ലഡു കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ലഡു വീട്ടിലുണ്ടാക്കി കഴിക്കാം. മറ്റേ ലഡു ആകുമ്പോൾ ഭയങ്കര പണിയാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് ഒന്ന് എൻ്റെ മോനൊന്ന് കഴിക്കാനായി ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്ന് വെയിറ്റ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഇത് ശരിക്കും ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സത്യസന്ധമായിട്ട് എൻ്റെ മോൻ പറയും. ഇത് വെറുതെ ചുമ്മാ ഉണ്ടാക്കി പറയുന്നു വേണ്ട പൊന്നു, സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
അപ്പോൾ എൻ്റെ മോനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ പിള്ളേർക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ മധുരം കഴിക്കാനുള്ള വിചാരിച്ചതാണ്, കഴിക്കാൻ തോന്നുന്നു. അപ്പം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു, താങ്ക് യു, നമസ്കാരം. ഇതുണ്ടാക്കാനായിട്ട് എടുത്ത അളവ് വെച്ചിട്ട് നമുക്ക് 6 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. ഒരു 6 എണ്ണം ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത അളവ് വെച്ചിട്ട് എടുക്കാം.